നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 മാർച്ച് മാസം 27 വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5ഓളം വാർത്താ അപ്ഡേറ്റുകൾ അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട്. എല്ലാവരും മറക്കാതെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, അടുത്ത 5 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ട്. 28-ാം തീയതിയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ വാഹനം വാങ്ങുന്നവരെ കാത്തിരിക്കുന്നത് ഇരട്ട പ്രഹരമാണ്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച അധിക നികുതിക്ക് പുറമെ വാഹന നിർമ്മാതാക്കളുടെ വില വർധനയും അടുത്ത മാസം മുതൽ തന്നെ പ്രാബല്യത്തിലാകും. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാനും അതുപോലെ തന്നെ പുതിയ ഇലക്ട്രിക് വാഹനം രജിസ്റ്റർ ചെയ്യാനുമുള്ള നികുതിയാണ് ബജറ്റിൽ വർദ്ധിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശങ്ങളടങ്ങിയ ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയിരുന്നു. 15 വർഷത്തിന് ശേഷം ഓരോ 5 വർഷത്തേക്കുമാണ് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതായിട്ടുള്ളത്. ഇരുചക്ര വാഹനങ്ങൾക്ക് 900 രൂപയും 750 കിലോഗ്രാമിൽ താഴെയുള്ള കാറുകൾക്ക് 6400 രൂപയും 750 മുതൽ 1500 വരെയുള്ള കാറുകൾക്ക് 8600 രൂപയും അതിന് മുകളിൽ ഭാരമുള്ളവയ്ക്ക് 10800 രൂപയുമാണ് ഇതിന് ചെലവ് വരുന്നത്. ഇവയ്ക്ക് 50% വർധനയുണ്ടാകും. കൂടാതെ തന്നെ 600 രൂപ ഹരിത നികുതിയും നൽകേണ്ടതായിട്ട് വരും. ഇതിലൂടെ 55 കോടി രൂപ അധികമായി സർക്കാരിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ പൊളിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നികുതി വർധനയെങ്കിലും തീരുമാനം സെക്കൻഡ് ഹാൻഡ് വിപണിയെ ബാധിച്ചേക്കാമെന്ന ആശങ്കയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള എന്നാൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് നവജീവൻ എന്ന് പറയുന്ന ഒരു വായ്പാ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്നും ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവൃത്തി പരിചയമുള്ള മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭം പുതുതായിട്ട് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി നവജീവൻ എന്ന വായ്പ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ 25% തുക, അതായത് 12,500 രൂപ വരെയൊക്കെ നമുക്ക് സബ്സിഡി ആയിട്ട് സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വായ്പാ പദ്ധതി 50,000 രൂപ നമുക്ക് ലഭിക്കുന്ന ആ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് താല്പര്യമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിൽ അപേക്ഷ വയ്ക്കാൻ സാധിക്കും. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിലൊക്കെ താഴെയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. മുൻഗണനാ റേഷൻ കാർഡിലെ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുമായിട്ട് 25% തുകയൊക്കെ നീക്കിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വായ്പാ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കാനായിട്ട് താല്പര്യമുള്ളവർ നിങ്ങളുടെ തൊഴിൽ കാർഡുമൊക്കെ ആയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേർന്നാൽ മതിയാകും. ഇനി കാർഡ് ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ അവർക്ക് രജിസ്റ്റർ ചെയ്ത ശേഷം ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനും സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ 62 ലക്ഷത്തിലധികം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന പെൻഷൻ തുക ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. പെൻഷൻ തുക ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആയവർ തീർച്ചയായിട്ടും അക്കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഇനി തുക ലഭിക്കാത്തവർ, അതോടൊപ്പം തന്നെ മുഴുവൻ തുകയും അക്കൗണ്ടിലേക്ക് ലഭിക്കാത്തവർ ഈ പ്രധാന അറിയിപ്പൊന്ന് ശ്രദ്ധിക്കുക. മാർച്ച് 26 ബുധനാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുവാനായിട്ടാണ് ധനവകുപ്പ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. 49,20,567 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1,600 രൂപ വീതം നൽകുവാൻ 723,56,16,400 രൂപയും കൂടാതെ പെൻഷനിൽ കേന്ദ്ര വീതമുള്ള NSAP ഗുണഭോക്താക്കളായിട്ടുള്ള 8,46,456 ഗുണഭോക്താക്കൾക്ക് 200 മുതൽ 500 രൂപ വരെയുള്ള NSAP വിഹിതം നൽകുന്നതിനായിട്ട് 24,30,89,800 രൂപയും ധനവകുപ്പ് നൽകി കഴിഞ്ഞു. 26,14,214 പേർക്ക് പെൻഷൻ തുക അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നൽകുന്നത്. 23,06,053 പേർക്ക് സഹകരണ സംഘം ജീവനക്കാർ പെൻഷൻ തുക അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം മാർച്ച് 26 ബുധനാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് ആരംഭിച്ച് ഏപ്രിൽ മാസം 4-ാം തീയതി പൂർത്തിയാക്കുവാനാണ് ധനവകുപ്പ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം തന്നെ വിവിധ ക്ഷേമോദി ബോർഡുകൾ വഴിയുള്ള പെൻഷനും വിതരണം ചെയ്യുന്നതിനായിട്ട് നേരത്തെ തന്നെ ധനവകുപ്പ് 817 കോടി രൂപ അനുവദിച്ചിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 6,250 കോടി രൂപ കൂടി കടമെടുക്കുവാൻ കേന്ദ്ര അനുമതി ലഭിച്ചതോടെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസ് വഴി 7,139 കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുത്തിരുന്നു. ഈ ഫണ്ട് ലഭിച്ചതോടെയാണ് ബുധനാഴ്ച മുതൽ തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. മാർച്ച് 26 ബുധനാഴ്ച ഉച്ചയോടെയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 1,600 രൂപ വീതമുള്ള പെൻഷൻ തുക എത്തിത്തുടങ്ങിയത്. പെൻഷൻ തുകയിൽ കേന്ദ്ര വിഹിതമുള്ളവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക.
പിന്നീട് നിശ്ചിത ദിവസങ്ങളുടെയൊക്കെ തന്നെ ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു കേന്ദ്ര വീതം തുക കൂടി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. വീടുകളിൽ സഹകരണ സംഘം ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ തുക കൈകളിലേക്ക് ലഭിക്കുന്നവർക്ക് വെള്ളിയാഴ്ച മുതൽ ഈ പെൻഷൻ വിതരണം സജീവമാകുന്നതായിരിക്കും. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. ബുധനാഴ്ച മാർച്ച് 26-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെയും 18 കാരറ്റ് സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും വില കൂടിയിരിക്കുകയാണ്. സ്വർണ്ണ വ്യാപാരി സംഘടനകൾക്കിടയിൽ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും 22 കാരറ്റ് സ്വർണ്ണത്തിന് ഇരു സംഘടനകളും ഒരേ വിലയാണ് നിശ്ചയിച്ചത്. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയുമാണ് കൂടിയത്. ഇതോടെ 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിൻ്റെ വിപണി വില 8,195 രൂപയായി. 1 പവൻ സ്വർണ്ണത്തിൻ്റെ വില 65,560 രൂപയിലും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാർച്ച് 25-ാം തീയതി സ്വർണ്ണ നിരക്ക് ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും കുറഞ്ഞിരുന്നു. ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും കൃത്യമായി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നാളെ നമുക്ക് കാണാം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.